പരാജയപ്പെട്ടു പോകും റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുതാ. രാത്രിയിൽ എപ്പോഴെങ്കിലും എല്ലാവരും ഉറങ്ങുന്ന സമയം, വീട്ടുകാരും മക്കളും കുട്ടികളുമെല്ലാം എല്ലാ ബഹളവും കഴിഞ്ഞ് ഉറങ്ങുന്ന നേരത്ത് 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ച് മുസല്ല വിരിച്ച് ആരാരും അറിയാതെ ഒന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കഴുകി ശുദ്ധിയാക്കാൻ നമുക്കിപ്പോൾ അവസരമുണ്ട്. നാളെ മരിച്ചാൽ അവസരം ഉണ്ടാവില്ല. ഖബറിൽ കിടക്കുന്ന മനുഷ്യന് എഴുന്നേറ്റ് വരാൻ വേണ്ടി 1 കൊല്ലം കരഞ്ഞ പെണ്ണിന്റെ കഥ പറഞ്ഞു നമ്മള്. ആ മനുഷ്യനെങ്ങാനും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എന്നിരിക്കട്ടെ, അയാൾ ഒരിക്കലും തന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കാനോ വാരി പുണരാനോ അല്ല അന്നേരം പോകുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ 2 റക്അത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കട്ടെ എന്നായിരിക്കും അയാൾ ചിന്തിക്കുക. അപ്പോ മക്കളും ഭാര്യയും എല്ലാം ആലോചിക്കുക. അതിന് അവസരം നമ്മുടെ മുമ്പിൽ ഇപ്പുണ്ട്. ഇപ്പൊ നമുക്കതിന് അവസരമുണ്ട്. ഇന്നത്തെ രാത്രിയെങ്കിലും സുബ്ഹിക്ക് മുമ്പായി 2 റക്അത്ത് റബ്ബേ, കഴിഞ്ഞു പോയ കാലങ്ങളിൽ നിന്നോടൊന്നും മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കാനോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തേങ്ങലോടുകൂടെയൊന്ന് നിന്നോട് പ്രാർത്ഥിക്കുവാനോ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ. എനിക്ക് അതിന് സാധ്യമാക്കി തന്ന നിനക്ക് സ്തുതി അല്ലാ എന്ന് പറഞ്ഞ് ഇന്നത്തെ രാവ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയുന്ന രാവായിരിക്കാം. ഇന്നത്തെ ഈ ഒരൊറ്റ രാത്രി ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ തിന്മകളുടെ പാപക്കറകളും കഴുകിക്കളഞ്ഞ് സ്ഫടികസുന്ദരമായ ഒരു ഹൃദയവുമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരവസരം ഇന്നത്തെ ഈ നിമിഷം അള്ളാഹു നമുക്ക് നൽകിയേക്കും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. ആരൊക്കെയാണോ സ്വന്തത്തോട് തിന്മ ചെയ്യുകയും അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്നവർ, യജിദില്ലാഹ ഗഫൂറർ റഹീമാ, കാരുണ്യവാനാണ് അല്ലാഹു, പുറത്തു നൽകുന്നവനാണ് അല്ലാഹു. നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചത്? അല്ലാഹു ഒരു കോത്താമ്പിയാണെന്ന് വിചാരിച്ചു വെച്ചത്? അല്ലാഹു ഒരു രാക്ഷസനാണെന്നാണോ വിചാരിച്ചു വെച്ചത്? ഖുർആനിന്റെ 114 സൂറകളിൽ 114 സൂറകൾക്ക് വേണ്ടി 114 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു ബറാഅത്തിൽ തൗബയിലില്ല, പക്ഷെ അതിനു പകരം സൂറത്തുൻ നംലിൽ 2 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 114 സൂറകളുടെ എണ്ണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ എഴുന്നേൽക്കുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ കുടിക്കുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ കഴിക്കുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ ഉണരുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ കിടക്കുന്നത്, ഞാൻ വിശ്രമിക്കുന്നത്, എൻ്റെ ജോലി ആരംഭിക്കുന്നത്, ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്, ഞാൻ പാകം ചെയ്യുന്നത്, എല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 99 അസ്മാഉൽ ഹുസ്നയിൽ അല്ലാഹുവിന്റെ 2 ഇസ്മാണ് ബിസ്മില്ലാഹിൽ പറഞ്ഞത്. ആ 2 ഇസ്മും, ഒന്ന് റഹ്മാൻ ഒന്ന് റഹീം, രണ്ടും കരുണയാണ്. റഹ്മത്തിൽ നിന്നുള്ള ഇസ്മാണ് കാരുണ്യവാൻ. In the name of Allah, the entirely merciful, the especially merciful. അല്ലാഹു റഹ്മാനാണ്. അള്ളാഹുവിനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ ലോകത്ത് അന്നവും വെള്ളവും കൊടുക്കുന്നവനാ അല്ലാഹ്. അള്ളാഹുവിനെ ചീത്ത പറയുന്ന യുക്തിവാദിക്കും അവന്റെ കണ്ണിനും കാഴ്ചക്കും എല്ലാ കഴിവും, നാവിനും അവൻ എഴുതുന്ന വിരലുകൾക്കും കഴിവ് നൽകിയത് അവനല്ല, ഒരാൾ കൊടുത്തതാ. ആ കൊടുത്ത ആൾ ഇല്ല എന്ന് അവൻ പറഞ്ഞാലും ഹുവല്ലാഹു ജല്ല ജലാലു, അത് അല്ലാഹു ജല്ല ജലാലു ആണ്. പക്ഷേ റഹീമാണ്. നാളെ അള്ളാഹുവിനെ വിശ്വസിച്ചവർക്ക് മാത്രമാണ് അള്ളാഹു നാളെ രക്ഷ നൽകുന്നത്. അവനെ വിശ്വസിക്കാത്തവർക്ക് നാളെ രക്ഷയില്ല. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞ് നന്മയുടെ വഴിയിലേക്ക് നടക്കാൻ നമ്മുടെ മുമ്പിൽ അവസരമുണ്ട്. ഖാദിസിയ യുദ്ധം നടക്കുന്നു ഇറാനിൽ വെച്ച്, പേർഷ്യയിൽ വെച്ച്. ആ യുദ്ധത്തിന്റെ നേതൃത്വം നൽകിയത് സ്വഹാബിമാരിൽ ദുആഇന് ഉത്തരമുള്ള ഒരു സ്വഹാബിയുണ്ട്. ഒരുപാട് സ്വഹാബക്കളുണ്ട്. അതിൽ ഏറ്റവും അറിയപ്പെട്ട മുസ്തജാബുദ് ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സ്വഹാബിയാണ് മഹാനായ അമ്മു റസൂലില്ലാഹി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഖാലു റസൂലില്ലാഹ് മൻ ലഹു ഖാലുൻ കഖാലി എന്ന് നബി തങ്ങൾ ചോദിച്ച സഅദ് റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരോടുള്ള യുദ്ധമാണ്. പേർഷ്യക്കാർ ആയുധ സമ്പന്നരാണ്. നല്ല പടക്കുതിരകൾ അവർക്കുണ്ട്, കവാലറി ഉണ്ട് അവർക്ക്, എല്ലാ സന്നാഹങ്ങളും ഉള്ളവരാണവർ. ആ ഒരു സൈന്യത്തോട് പടപൊരുതാൻ പോകുമ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, അബൂ മിഹ്ജൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു. മുസ്ലിമാണ്, സ്വഹാബിയാണ്. പക്ഷേ ജീവിതത്തിൽ നിന്ന് വല്ലാത്തൊരവസ്ഥയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ആളാണ്. മദ്യപാനത്തിന്റെ ഒരു ലഹരിയിൽ ജീവിച്ച ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. ഈ അടുത്തേ വന്നിട്ടുള്ളൂ.
അതിന്റെ പേരിൽ അബൂ മുഹ്ജൻ അസ്സഖഫിക്ക് മദ്യപാനം ഒരു ശീലമായിരുന്നു. യുദ്ധത്തിന് പോയതാണ്. യുദ്ധത്തിന് പോകുമ്പോഴും ചെറിയൊരു ബോട്ടിലെങ്ങാനും മടിയിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹു അബൂ മുഹ്ജനെ നോക്കുമ്പോ അബൂ മുഹ്ജൻ ഒരൽപ്പം മദ്യപിക്കുന്നത് കണ്ടു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കയ്യോടെ പിടിച്ചു. അബൂ മുഹ്ജനെ പലവട്ടം ശിക്ഷിച്ചതാണ്. പക്ഷേ ആ ദുശ്ശീലം അയാളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ അയാൾ പരിശ്രമിക്കുന്നു. പക്ഷേ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. സഅദ് തങ്ങൾ അബൂ മുഹ്ജനിന്റെ കൈകാലുകൾക്ക് ചങ്ങല വെച്ച് മഹാനായ സഅദ് എന്നവരുടെ ടെന്റിന്റെ കാലിൽ അയാളുടെ കാലിലും കയ്യിലും കെട്ടിയ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ടാണ് ഖാദിസിയ്യ യുദ്ധത്തിലേക്ക് പോകുന്നത്. ഭാര്യയുണ്ട് അവിടെ, സൽമ ബീവി. സൽമയോട് പറഞ്ഞു, സൽമ, അബൂ മുഹ്ജനെ നോക്കണേ. മദ്യപാനവുമായി വന്ന അബൂ മുഹ്ജൻ എന്ത് യുദ്ധം ചെയ്യാൻ, അബൂ മുഹ്ജൻ എന്ത് ധർമ്മസമരം ചെയ്യാൻ? അവൻ ഇവിടെ കിടക്കട്ടെ. ഞാൻ യുദ്ധം കഴിഞ്ഞു വന്നാൽ അബൂ മുഹ്ജന് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ കൊടുക്കും. അവനിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു യുദ്ധത്തിന് പോവുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അബൂ മുഹ്ജനിന്റെ ഖൽബിനുള്ളിൽ എവിടെയോ ഈമാനിന്റെ കണികയുണ്ട്. കണികയല്ല, ധാരാളമുണ്ട്. പക്ഷെ ആ ഒരു ദുശ്ശീലം അയാൾക്ക് നിർത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെന്ന്. യുദ്ധം നടക്കുകയാണ്. അബിമാർ പേർഷ്യൻ സൈന്യവുമായി നടക്കാൻ പോകുന്ന യുദ്ധം ഖാദിസിയയിൽ വെച്ച് നടക്കുമ്പോ അതിലേക്ക് ഇങ്ങനെ മാർച്ചു പോകുമ്പോ കൈകാലുകൾ വിറക്കുന്നുണ്ട്, ഓടാൻ തോന്നുന്നുണ്ട്. ആ സൈന്യത്തിന്റെ കൂടെ നിന്ന് റബ്ബിന് വേണ്ടി ധർമ്മസമരം ചെയ്ത് ചോര ചിന്തി അള്ളാഹുവിന് ഷഹാദത്ത് വരിക്കണം എന്ന് ആലോചിച്ചു പോയ ആളാണിത്. സൈന്യം മാർച്ചു തുടങ്ങിയപ്പോൾ കൈകളിൽ ചങ്ങലകളിൽ ബന്ധിതനായ അബൂ മുഹ്ജൻ മദ്യപിച്ചതിന്റെ പേരിൽ സഅദ് റളിയല്ലാഹു അൻഹു പിടിച്ചുകെട്ടി അബൂ മുഹ്ജൻ ചില കവിതകൾ പാടാൻ തുടങ്ങി. കഫാ ഹുസ്നൻ അൻ തുർദിൽ ഖൈലു ബിൽ ഖനാ وأتراك مشدودا علي وثاقيا إذا قمت عنان الحديد وغلقت مصاريع دوني قد تصم المناديا وقد كنت ذا مال كثير وإخوة فقد تاركوني واحدا لا أخاليا فلله عهد لا أخيس بعهده لئن فرجت ألا أزور الحوانيا. ആള് കള്ളുകുടിയനാണ്, പക്ഷേ ഖൽബിൽ എവിടെയോ ഈമാനുണ്ട്. കഫാ ഹുസ്നൻ, എന്തൊരു സങ്കടമാണ്. أن ترجي الخيل بالقنا وأتراك مشدودا علي وثاقيا. എന്തൊരു സങ്കടമാണ്. സൈന്യം യുദ്ധപ്പടക്ക് വേണ്ടി പോകുമ്പോ കൈകളിൽ ചങ്ങലയിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് കാണാനല്ലേ എനിക്ക് വിധിയുള്ളൂ. ചോര കൊടുക്കാനുള്ള ആവേശമായി പറയുന്നത്. നമ്മൾ ആലോചിക്കണേ, ബിരിയാണി കഴിക്കാൻ പോണ പരിപാടിയല്ല ഈ പറയണത്. അള്ളാഹുവിന് വേണ്ടി രക്തം ചിന്തി മരിക്കാൻ ഞാൻ റെഡിയാ, പക്ഷെ എന്നെ കെട്ടിട്ട് പോയില്ലേ എന്നാ പറയണത്. കള്ളുടിച്ചതുകൊണ്ടാ കെട്ടിട്ടത്. ഇദാ ഖുംതു അന്നാനിൽ ഹദീദു വഗുല്ലിഖത് മസാരിഉ ദൂനി ഖദ് തസുമ്മുൽ മുനാദിയാ. എന്റെ മുമ്പിൽ നടക്കുന്ന ഘോരമായ പടവെട്ട് കാണുമ്പോ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ എനിക്കെങ്ങനെ കഴിയും? പക്ഷേ എണീക്കുമ്പോഴേക്കും ചങ്ങലയുടെ ഭാരമാണല്ലോ എന്റെ കൈകളിൽ. وقد كنت ذا مال كثير وإخوة فقد تاركوني واحدا لا أخاليا. ഞാൻ ഒരുപാട് സമ്പത്തുള്ള ഒരു മുതലാളിയാണ്, എനിക്കൊരുപാട് സുഹൃത്തുക്കളുമുണ്ട്. ഇന്നിതാ ആരും എന്നെ ഒന്ന് കെട്ടഴിച്ചു തരാൻ ആളില്ലാതെ ഞാൻ ഒറ്റക്കായി പോയല്ലോ. അയാൾ കരയാണ്. ഫലില്ലാഹി അഹദുൻ, അവിടെ വെച്ച് സത്യം ചെയ്യാ, ഇനി ഞാൻ കള്ളു കുടിക്കൂല. ആ കള്ളു കുടിച്ചതിന്റെ പേരിൽ എനിക്ക് യുദ്ധത്തിന് പോകാൻ പറ്റാതായത്, അതാ സങ്കടം. ഫലില്ലാഹി അഹദുൻ, സാധാരണ ഒരു കള്ളുടിയനെ പോലെ കാണരുത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം വലുതാ, ഒരു ദുശ്ശീലം അത് നിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വരാലോ ചില ആളുകൾക്കൊക്കെങ്കിലും കാണും. അങ്ങനെ നിർത്തണേ, ഇതിന്റെ അവസാനം പറയാം. ഫലില്ലാഹി അഹദുൻ ലാ ഉഖീസു ബിഅഹദിഹി ലഇൻ ഫുർരിജത് അല്ലാ അസൂറൽ ഹവാനിയാ. എനിക്കെങ്ങാനും എന്റെ കൈകാലുകളിൽ കിടക്കുന്ന ചങ്ങലകൾ ആരെങ്കിലും ഒന്ന് അഴിച്ച് ഇതിനൊരു അവസരം നൽകണേ. ഇതെന്റെ ജീവിതത്തിൽ അവസാന സന്ദർഭമാകുമോ?
സൽമാ ബീവി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണിത് കേൾക്കുന്നത്. സ്വഹാബിയാണ് സഅദ് എന്നവർ. നബി തങ്ങളുടെ അമ്മാവൻ എന്ന് തങ്ങൾ പറഞ്ഞ മഹാനാണ്. മല്ലഹു ഖാലുൻ കഖാലി ഇർമിയാ സഅദ് ഫിദാക അബീ വ ഉമ്മീ. സഅദ് എന്നവര് ഉഹദ് യുദ്ധം നടക്കുമ്പോഴാ തങ്ങൾ പറയുന്നത്, സഅദേ എറിഞ്ഞോളൂ, ഫിദാക അബീ വ ഉമ്മീ, എന്റെ ഉമ്മയും ഉപ്പയും സഅദേ നിങ്ങൾക്ക് ദണ്ഡമാണ്. ആര് പറഞ്ഞു? നബിതങ്ങൾ തങ്ങളുടെ ഉമ്മാനും ഉപ്പാനെ വെച്ച് പറഞ്ഞു, എന്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടാൽ പോലും സഅദേ നിങ്ങൾ ജീവിക്കണമെന്ന് ഞാൻ കൊതിക്കുന്നു. അതൊരു സ്നേഹം കൊണ്ട് പറയുന്ന വാക്കാണ് കേട്ടോ. ഉമ്മയും വാപ്പയും മരിക്കണമെന്ന് എന്റെ ആഗ്രഹമല്ല. പക്ഷേ തങ്ങൾ അങ്ങനെ ഒരാളോടെ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ സഅദ് എന്നവരാ റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർക്ക് മാത്രമേ നബി ആ ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. എറിഞ്ഞോളൂ സഅദേ, എന്റെ വാപ്പ ഉമ്മയെക്കാളൊക്കെ ഇവിടെ പൊരുത്തമാണ്. അത് ആ ഒരു സ്നേഹം പറയുമ്പോൾ പറയുന്ന വാക്കാണ്. ഉമ്മ പറഞ്ഞു, സഅദേ നിങ്ങളെപ്പറ്റി റസൂലുള്ള അമ്മാവനോട് നിങ്ങൾ വല്ല പൊങ്ങാൻ വല്ലാത്ത ഒരു വിഷമം. എന്നിട്ട് അബൂ മെഹ്ജൻ ചോദിക്കുകയാണ്, യാ ബിൻത ആലി ഹഫ്സ, ആലു ഹഫ്സയുടെ മോളെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ സൽമാ ബീവിയെ. അതാ അതിന്റെ അർത്ഥം. യാ ബിൻത ആലി ഹഫ്സ ഹല്ലകി ഇലാ ഖൈരിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ചങ്ങലയിൽ കിടക്കുന്ന ഈ മനുഷ്യനാ ചോദിക്കുന്നത്. വമാദാക്, എന്താണ്? എന്താ അബൂ മെഹ്ജനെ നിന്റെ കയ്യിലുള്ള നന്മ? തുഖല്ലി അന്നി വലില്ലാഹി അലയ്യ ഇൻ സല്ലമനില്ലാഹു അൻ അർജിഅ. സൽമാ, ഒരു വലിയ നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളെങ്ങാനും എന്നെ ഇവിടെ കെട്ടഴിച്ച് എന്റെ ചങ്ങല അഴിച്ചു തന്ന് എന്നെ ഒന്ന് വിട്ടുതന്നാൽ ഖാദിസിയയിലേക്ക് ഞാൻ പോയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ത്യാഗം യുദ്ധക്കളത്തിൽ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ തിരിച്ചു വരും. എന്നിട്ട് എന്റെ കയ്യിലും കാലിലും നിങ്ങൾക്ക് ചങ്ങലയിൽ ബന്ധിക്കാം. ഇവരൊക്കെ മദീനത്ത് നിന്ന് പോയവരാ. അതുകൊണ്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് ഓടാനൊന്നും കഴിയില്ല. ഒരു സംഘമായിട്ടേ മദീനത്തേക്ക് വരാൻ കഴിയൂ. 1000-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പോ ഞാൻ വരും സൽമാ, ഉറപ്പാണ്, എന്നെ നയിച്ചുരോ. സഅദ് എന്നവർ അറിയാൻ പാടില്ല, സഅദ് എന്നവർ കിട്ടിയിട്ടതല്ലേ. സഅദ് എന്നവർ അറിയണ്ട, നിങ്ങൾ മെല്ലെ ഒന്ന് അഴിച്ചുതരോ, ഞാൻ പോട്ടെ, ഞാൻ പോയിട്ട് തിരിച്ചു വരും, ഉറപ്പാണ്. ലില്ലാഹി, അള്ളാഹനെ വെച്ച് സത്യം ചെയ്താൽ പിന്നെ അത് മദീന, പിന്നെ അതിനപ്പുറം ചോദിക്കൂല. നമുക്കല്ലേ മുദ്രകടലാസൊക്കെ വേണ്ടത്, ഒന്നും വേണ്ട. ലില്ലാഹി എന്ന് പറഞ്ഞ വല്ലാഹി ലില്ലാഹി അലയ്യ, അള്ളാഹനെ വിചാരിച്ച് ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്യും, അതൊരു ഉറപ്പാണ്. കാരണം അള്ളാഹുവിന്റെ പേര് വെച്ചാലും അന്ന് നുണ പറയൂല. അപ്പൊ സൽമാ ബീവി തോന്നിയൊരു പാവം ഇവിടെ കിടന്ന് ഇങ്ങനെ കവിത ചൊല്ലി സങ്കടം തീർക്കല്ലേ, സൽമാ ബീവി അഴിച്ചു കൊടുത്തു. ഇതങ്ങനെ നടക്കുന്നു. അബൂ മെഹ്ജനും അതിന്റെ ഉള്ളിലുണ്ട്. അബൂ മെഹ്ജൻ കൊണ്ടുപോയതാണെങ്കിലോ സഅദ് എന്നവരുടെ കുതിരയാണ്. അത് ലോകപ്രസിദ്ധമാണ്. ആ കുതിരയ്ക്ക് പേരുണ്ട്, ബൽഖാ എന്നാണ് ആ കുതിരയെ പറയാ, ബൽഖാ. ആ ബൽഖാഇന്റെ മുകളിൽ മുഖം മൂടി ധരിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ ഓടുന്നു, കിതച്ചോടുന്നു. വളരെ മനോഹരമായ ത്യാഗപ്രകടനങ്ങൾ നടക്കുകയാണ് ഖാദിസിയയുടെ യുദ്ധഭൂമിയിൽ. സഅദ് എന്നവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പടച്ചോനെ, അമ്മൽ ഖർറു ഖർറുൽ മെഹ്ജൻ, അബൂ മെഹ്ജൻ, ആ ചാട്ടം കാണുമ്പോ അബൂ മെഹ്ജനിന്റെ ചാട്ടം പോലെ ഉണ്ടല്ലോ. അമ്മൽ ഖർറു ഫഖർറു ബൽഖാ, ആ കുതിരയുടെ ഓട്ടം കാണുമ്പോൾ എന്റെ ബൽഖാഇന്റെ ഓട്ടമാണല്ലോ. ബൽഖാ ഇവിടെ കെട്ടിയിട്ടുണ്ടല്ലോ എന്റെ വീട്ടിൽ, അബൂ മെഹ്ജൻ ചങ്ങലയിലുമാണല്ലോ, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചത്? സഅദ് എന്നവർക്ക് സംശയമായി. പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല അബൂ മെഹ്ജൻ വരും, കെട്ടയിച്ച് പോന്നിട്ടുണ്ടാവും, സഅദ് എന്നവരുടെ കുതിര എടുത്തിട്ടായിരിക്കും പോന്നിട്ടുണ്ടാവും. ഇതൊന്നും സഅദ് എന്നവർ ഒരിക്കലും നനച്ചില്ല. അങ്ങനെ അബൂ മെഹ്ജൻ കിതച്ച് ഒരുപാട് ത്യാഗം ചെയ്ത്, തനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ത്യാഗം സ്വഹാബത്തിന്റെ കൂടെ ചെയ്ത് അബൂ മെഹ്ജൻ തിരിച്ചു വരികയാണ്. സഅദ് എന്നവർ കാണാതെ വട്ടം കറങ്ങി വന്ന് ടെന്റിന്റെ ബാക്കിൽ ചെന്ന് കുതിരയെ കെട്ടിയിട്ട്, സൽമാ എന്റെ കാലിൽ നിങ്ങൾ ചങ്ങലിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചങ്ങലയിൽ ബന്ധിതനായി നിൽക്കുകയാണ്. അപ്പോഴേക്ക് യുദ്ധം കഴിഞ്ഞു. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ടെന്റിലേക്ക് നടന്നു വന്നു, ഭാര്യയോട് പറഞ്ഞു. ഭാര്യ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? കൈഫ ലഖൈതുമുൽ അദു, എങ്ങനെ ഉണ്ടായിരുന്നു? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ യുദ്ധം വിജയിച്ചു. അവിടെ മുഖം മൂടി ധരിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. പക്ഷേ അത് അബൂ മെഹ്ജൻ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ അബൂ മെഹ്ജൻ വരാൻ സാധ്യതയില്ലല്ലോ. എന്റെ കുതിരയുടെ ബൽഖാഇന്റെ ചാട്ടവും ഞാൻ കണ്ടു അവിടെ. അപ്പൊ സൽമാ ബീവി പറഞ്ഞു, അത് അബൂ മെഹ്ജൻ തന്നെയാണ്, അത് ബൽഖാ തന്നെയാണ്. അബൂ മെഹ്ജനിന്റെ ഈ സങ്കടപ്പെടുന്ന വരികൾ കേട്ടപ്പോ ഞാൻ കെട്ടഴിച്ചു കൊടുത്തതാണ് സഅദ് എന്നവരെ, എന്നോട് പൊറുക്കണേ. അബൂ മെഹ്ജൻ അള്ളാഹനെ വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, റബ്ബ് സാക്ഷിയാണ്, ഞാൻ തിരിച്ചു വരും. അബൂ മെഹ്ജൻ തിരിച്ചു വന്നിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമുണ്ട്. എന്താ ചെയ്യാ? അബൂ മെഹ്ജന്റെ മുമ്പിലേക്ക് വന്നു. അബൂ മെഹ്ജനിന്റെ അരികത്തേക്ക് വന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ മെഹ്ജനെ, അബൂ മെഹ്ജൻ,
ഇന്നി ലഅർജുല്ലാഹ അല്ലാ അജ്ലിദക അലാ ഖംറിൻ ബഅദൽ യൗമി അബദാ. അബൂ മെഹ്ജനെ, ഇത്രമേൽ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടായിരിക്കെ അല്ലാഹു ഇഷ്ടമല്ല എന്ന് പറയുന്ന മദ്യപാനം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ അങ്ങ് നിർത്തിക്കൂടാ? സഅദേ, ഞാൻ നിർത്തി റളിയല്ലാഹു അൻഹു. ലാ വല്ലാഹി മാ അശ്റബുഹാ ബഅദൽ യൗമി അബദാ. ഞാൻ ഒരിക്കലും ഇനി കുടിക്കുകയില്ല. സഅദ് എന്നവരെ, റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ ഇത് കുടിക്കില്ല. ഖദ് കുൻതു അശ്റബുഹാ ഫതുതഹിറുനി ബിൽ ഹദ്ദി വൽ ജലദ്. ഞാൻ എത്രയോ തവണ കുടിച്ചിട്ടുണ്ട്. അതിനൊക്കെ സഅദേ നിങ്ങൾ എന്നെ അടിച്ചിട്ടുണ്ട്, അതിന്റെ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ വഅമ്മൽ യൗം ഫഇൻ ശരിബ്തുഹാ ഫലാ യുതഹിറുനി ഇല്ലന്നാർ. ഇനിയും ഞാനത് കുടിക്കുകയാണെങ്കിൽ ഇനി എന്നെ ശുദ്ധിയാക്കുന്നത് സഅദേ നിങ്ങളുടെ അടിയായിരിക്കില്ല, എന്നെ ശുദ്ധിയാക്കുന്നത് അല്ലാഹുവിന്റെ നരകമായിരിക്കും. അതുകൊണ്ട് സഅദേ, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, ഇനി ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞ് മഹാനായ അബൂ മെഹ്ജൻ അസ്സഖഫി എന്ന് പറയുന്ന മനുഷ്യൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ദുശ്ശീലം അവിടെ കുഴിച്ചുമൂടി തിരിച്ചു വരികയാണ്. فخالف النفس والشيطان وعصهما وخالف النفس والشيطان وعصهما وإن والنفس كالطفل إن تهمله شب على حب الرضاع وإن تفتمه ينفطمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാനായ ഇമാം ബൂസീരി റഹ്മഹുള്ളയുടെ വരികളാണ്. ഇന്ന് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ ഇമാം ബൂസീരി റഹ്മഹുള്ള, അബുൽ അബ്ബാസിൽ മിർസി റഹ്മഹുള്ളയുടെ ഷാദുലി ത്വരീഖത്തിന്റെ പ്രഗൽഭനായ ഇമാം അബുൽ അബ്ബാസിൽ മിർസി തങ്ങളുടെ തൊട്ടരികത്ത് ഇപ്പുറത്തെ മഖാമിൽ അന്ത്യവിഷമം കൊള്ളുന്ന മുഹിബ്ബുർ റസൂൽ ആഷിഖുൽ ഹബീബ് ഇമാം ബൂസീരി റഹ്മഹുള്ള നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാൻ പറ്റുന്ന ചില സൈക്കോളജി, ചില സൈക്കിക് ട്രീറ്റ്മെന്റ് മഹാനവറുകൾ നമുക്ക് നൽകിയ വരികളുണ്ട് ബുർദയിലെ. എങ്ങനെ ശരീരത്തെ ശുദ്ധിയാക്കാം, എങ്ങനെ നമുക്ക് നമ്മളെ ക്ലീൻ ചെയ്യാം, അതിന്റെ ഒരു വരിയാണത്. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്ഹിമാ വഇൻഹുമാ മഹദാക النُّസ്ഹ ഫത്തഹിമി والنفس كالطفل إن تهمله شب على حب الرضاع وإن تفتمه ينفطمي. മനുഷ്യ ശരീരം ഒരു കുഞ്ഞിനെ പോലെയാണ്. നമ്മളൊക്കെ ശരീരം കുഞ്ഞിനെ പോലെ. എങ്ങനത്തെ കുഞ്ഞ്? പാലുടിക്കുന്ന കുഞ്ഞ്. പാലുകുടി നിർത്താന്ന് പറഞ്ഞാൽ ഒരു പ്രയാസ. പാൽ കുടിക്കുന്ന കുട്ടിക്ക് 1.5 വയസ്സോ 1 വയസ്സോ 2 വയസ്സോ ആകുമ്പോൾ എന്തായാലും നിർത്തുമല്ലോ. ആ നിർത്തുന്ന ഒരാഴ്ച അല്ലെങ്കിൽ 2-3-4 ദിവസം ആ കുട്ടിക്കും വിഷമാണ്, ഉമ്മാക്കും വിഷമാണ്, കാണുന്നവർക്കും വിഷമായിരിക്കും. കുഞ്ഞിങ്ങനെ കരയല്ലേ, ഇന്നലെ വരെ കിട്ടിയതിന് കിട്ടുന്നില്ലല്ലോ എന്ന് ഉറക്കം ശരിയാവൂല അല്ലെ, ഭക്ഷണം കഴിക്കൂല, വലിയ പ്രയാസമായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ഉമ്മാക്ക് തോന്നുകയാണ് എന്നാ പിന്നെ നിർത്തണ്ടാന്ന് വെച്ചങ്ങ് തുടർന്നാൽ കുട്ടി ഹൈസ്കൂൾക്ക് പോണവരെ കുടി നിർത്തൂലെന്നാ. അത് ആ സെക്കൻഡിൽ വിഷമത്തോടുകൂടെ നിർത്തിയേ പറ്റൂ. അത് നിർത്തിയാൽ 2-3-4 ദിവസം ഒരാഴ്ചയൊക്കെ ഉണ്ടാകും, പിന്നെ കുട്ടി മറക്കും. ഉമ്മാക്ക് വാവുകയാണെന്നോ അസുഖാണെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ കുട്ടിയെ പറ്റിക്കലപ്പോ. അത് ചെയ്തില്ലെങ്കിൽ ആ പാല് കുടിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ യൗവനം വരെ മനുഷ്യൻ പോകുന്നതാണ്. അപ്പോൾ നിർത്താൻ തോന്നൂല. അപ്പൊ അത് ചെറുപ്പത്തിൽ നിർത്തിയാൽ അത് നിൽക്കും. ശരീരം അങ്ങനെയാണ്. ഓ സ്മോക്കിങ്ങിന്റെ വെയ്പ്പിങ്ങിന്റെ ഒക്കെ ദുശ്ശീലങ്ങളുള്ള ആളുകൾ അത് നിർത്തണം എന്ന് വിചാരിച്ചാൽ നിർത്താൻ പറ്റും. ഈ മുലകുടി നിർത്തുന്ന പോലെയാണ്. അത് സ്റ്റോപ്പ് ചെയ്താൽ ഇല്ലേ അതങ്ങനെ പോകും മരണം വരെ. ചിലർ റമളാനിൽ നിർത്തുക കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറക്കലെന്നെ വലിച്ചിട്ടാണ്. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. എന്താ ചെയ്യലേ? നോമ്പ് തുറക്കണമെങ്കിൽ വെള്ളം ഈത്തപ്പഴം നല്ല സുന്നത്ത്, അവർക്ക് വലിയ സുന്നത്ത്. അങ്ങനെ പോയിട്ട് ഊതിയിട്ട് ഇങ്ങോട്ട് റാഹത്താ. റബ്ബേ എന്തൊരു റാഹത്ത്! എന്തിനാ പഠിച്ചോനെ നീ നോമ്പൊക്കെ നിർബന്ധാക്കിയത്? ഇസ്രവേലി പറ്റുന്നെങ്കിലും ആക്കി കൂടായിരുന്നോ എന്നൊക്കെ തോന്നിപ്പോകും. ഇത് നമ്മളങ്ങ് തീരുമാനിക്കാത്തത് കൊണ്ടാ. ഡോക്ടർ പറഞ്ഞു നോക്കണ്ടേ, നിങ്ങൾ അടിച്ചു പോകട്ടോ 2 ആഴ്ചക്ക് മുമ്പ്, 2 ആഴ്ചന്റെ മുമ്പ് നിങ്ങൾ തീരും ഇത് നിർത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ നിർത്തൂലേ? നിർത്തും. അപ്പൊ അതിനർത്ഥം എന്താ? നമുക്ക് പറ്റുന്നൊരു സംഗതിയാണ്. നമ്മൾ വെറുതെ ഈ കുട്ടിന്റെ മുലോടി നിർത്താതെ കൊണ്ടുനടക്കണ പോലെ നമ്മളത് ദുശ്ശീലം നിർത്താതെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ്.
എന്ന് പറഞ്ഞാൽ ഫിതാം എന്ന് പറഞ്ഞാൽ പാലുകുടി നിർത്തുകയാണ്. ഫാത്തിമ എന്ന വാക്കിന്റെ അർത്ഥം പാലുകുടി നിർത്തിയ കുട്ടി എന്നാണ് വാക്കിന്റെ അർത്ഥം. തങ്ങളുടെ മോളുടെ പേരാണത്, പക്ഷെ ആ പേരിന്റെ അർത്ഥം എന്താ? പാലുകുടി നിർത്തിയ കുട്ടിക്കാണ് ഫാത്തിമ എന്ന് പറയാം. ഫിതാം എന്ന് പറഞ്ഞാൽ പാലുകുടി നിർത്തുകയാണ്. അതാണ് ആ കവിതയിൽ എന്ന് പറയാൻ കാരണം. അപ്പൊ ശരീരം അങ്ങനെയാണ്. നിർത്തണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നിർത്താൻ പറ്റും. ഒരു നന്മ നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാനും പറ്റും. അബൂ മെഹ്ജൻ എന്ന് തീരുമാനിച്ചു റളിയല്ലാഹു അൻഹു, സഅദേ ഇനി എന്നെ അടിക്കേണ്ടി വരില്ല കേട്ടോ, ഇനി ഞാൻ കുടിക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ ഇനി നരകമാണ്, അതുകൊണ്ട് ഞാൻ ഇനി അത് ചെയ്യില്ല എന്ന് പറഞ്ഞ അബൂ മെഹ്ജൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ടെന്റിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ചങ്ങലയിൽ ബന്ധിതനായപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ഒരു ശിക്ഷ പോലും നടപ്പാക്കാതെ അബൂ മെഹ്ജനിനെ കെട്ടഴിച്ചു വിടുകയാണ്. തിന്മകളെ നന്മകളാക്കി മാറ്റാൻ കഴിയുമത്രേ. തിന്മകൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന ആളുകൾ അവരുടെ തിന്മകളെ വരെ അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. പിശാചാണ് നിങ്ങളോട് ദാരിദ്ര്യം വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ദാരിദ്ര്യം വരുമെന്ന പേടി പിശാചാ നൽകുന്നത്. നിങ്ങൾക്ക് തരാനുള്ള റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. നിങ്ങളത് പേടിക്കാൻ നിന്നാൽ അള്ളാഹു പേടിപ്പിക്കും. നിങ്ങളത് അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ അത് ഏറ്റെടുത്ത വിഷയമാണ്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, പിശാചാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമെന്ന് പറയുന്നത്. പിന്നെന്ത് ചെയ്യും? വയഅ്മുറുകും ബിൽ ഫഹ്ശാ, വ്യഭിചാരം പോലെയുള്ള തിന്മകൾ നിങ്ങളോട് ചെയ്യണം. വ്യഭിചാരത്തെ സംബന്ധിച്ചുള്ള വീഡിയോകൾ കാണണം, ചിത്രങ്ങൾ നോക്കണം, അന്യ പെണ്ണുങ്ങളെ നോക്കി ആസ്വദിക്കണം. ഇതാണും പെണ്ണും പരസ്പരം വൈകാരികമായി ചിന്തിക്കുന്നതും അവരെ ചിന്തിപ്പിക്കുന്നതും പിശാചാണെന്ന് വിശുദ്ധ ഖുർആൻ. വേഗം എഴുന്നേറ്റ് പോവുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വുളു എടുക്കുക, പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. 2 റക്അത്ത് നിസ്കരിച്ചാൽ പോകുന്ന അസുഖമാണത്. മാക്സിമം അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോഴേക്കും അത് പോയി പോകും ആ ചിന്തകൾ. പിശാചാണത് ചെയ്യുന്നത്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ. അള്ളാഹു നിങ്ങൾക്ക് അവന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ പ്രതിഫലവുമാണ് പടച്ചതമ്പുരാൻ വാഗ്ദത്തം തരുന്നത്. പിശാച് വാഗ്ദത്തം തരുന്നത് ദാരിദ്ര്യമാണ്, തിന്മകൾ ചെയ്യാനാണ്. അള്ളാഹു നിങ്ങൾക്ക് പാപമോചനമാണ് ഒരുക്കി വെച്ചത്. ശരീരത്തിനെ അതിന്റെ ഒഴുക്കിൽ നിന്ന് തടഞ്ഞു നിർത്തലാണ് ഇസ്ലാമിന്റെ രീതി. ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി അതാണ്. നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടമാവണമെന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടമായി കൊണ്ടുവരുന്നിടത്താണ് നമ്മൾ ഇസ്ലാം ആചരിക്കുന്നു എന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു എന്ന് ചെറുപ്പക്കാര് കുട്ടികൾ പറയും, വിദ്യാർത്ഥികളൊക്കെ എൻ്റെ ഇഷ്ടമാണത് എന്ന്. നമുക്കൊക്കെ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ നമ്മുടെ രക്ഷിതാവും അല്ലാഹു റബ്ബുൽ തആല നമ്മളെ സൃഷ്ടിച്ച് പറഞ്ഞയച്ചു തന്ന നമ്മുടെ രക്ഷിതാവിന്റെ ഇഷ്ടത്തിന് അനുകൂലമാണെങ്കിൽ നടത്തണം, ഇല്ലേ നമ്മളതിനെ തടയിടണം. മഹാനായ റബീഅ ഇബ്നു ഖുസൈം റളിയല്ലാഹു അൻഹു 30 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനെ പിഴപ്പിക്കാൻ വന്ന ഒരു പെണ്ണിന്റെ ചരിത്രമുണ്ട് നമ്മുടെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى. മുൻഗാമികളുടെ ജീവിത ചരിതങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. കാരണം ഈ സംഭവങ്ങളെല്ലാം ജീവിതത്തിന്റെ വർഷങ്ങളായി പുലർത്തിപ്പോന്ന നന്മകളുടെ റിസൾട്ടുകളാണ്. ജീവിതത്തിൽ അനുവർത്തിച്ചു പോകുന്ന മൂല്യങ്ങളുടെ കൾമിനേഷനാണ് നമ്മൾ ഈ കേൾക്കുന്ന ചരിത്രങ്ങളൊക്കെ. ആ ചരിത്രം സംഭവിക്കാൻ അതിന്റെ മുമ്പ് ഒരുപാട് അറിവും ത്യാഗവും തഖ്വയും അവർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ കഴിയുന്നത്. 30 വയസ്സ് പോലും ആയിട്ടില്ലാത്ത റബീഅ ഇബ്നു ഖുസൈം മഹാനായ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ റബീഅ, മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, യാ റബീഅ റബീഅ ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക. റബീഅ, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും ജീവിച്ചിരിക്കുന്ന കാലത്താണ് നിങ്ങൾ ജീവിച്ചിരുന്നത് എങ്കിൽ. റബീഅ എന്നവർ താബിഇയാണ്, സ്വഹാബിയല്ല. സ്വഹാബിമാരാണ് നബി തങ്ങളെ കണ്ടവർ, ഹബീബിന്റെ കൂടെ ഇരുന്നവർ, ഹബീബിന്റെ മജ്ലിസിൽ സന്നിഹിതരായവർ, അവരാണ് സ്വഹാബിമാർ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരായ മുസ്ലിമീങ്ങൾ. എന്നാൽ നബി തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഭാഗ്യമില്ലാത്തവർ സ്വഹാബിമാരാകുന്നില്ല, ഒരേ കാലക്കാരായിരിക്കും.
ഇതുപോലെ ഉവൈസുൽ ഖർനി, ഉവൈസ് ഇബ്നു ആമിറുൽ ഖർനി തങ്ങളെ പോലെ സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവാണ്. യമനിൽ ജീവിച്ചിരുന്നു നബി തങ്ങളുള്ള കാലം. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ ഉമ്മയെ നാട്ടിൽ ഒറ്റക്കാക്കി നിർത്തിയിട്ട് മദീന വരെ വന്നു പോകാനുള്ള സമയം ഉമ്മ ഒറ്റക്കാകുമല്ലോ എന്ന് വിചാരിച്ച് ഉമ്മയുടെ കൂടെ നിന്ന് ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്ത ആളാണ് റബി, മഹാനായ ഉവൈസ് ഇബ്നു ആമിറുൽ ഖർനി റളിയല്ലാഹു അൻഹു. സ്വഹാബിയല്ല, പക്ഷെ നബിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ട് പോലുമില്ല. നബി തങ്ങളല്ലേ പറഞ്ഞത്, ഉമറേ യഅതീകും ഉവൈസ് ഇബ്നു ആമിർ മിൻ മുറാദിൻ മിൻ ഖർനിൻ, ഖർൻ ഖബീലയിലെ മുറാദ് ഉപഖബീലയിൽ നിന്ന് വരുന്ന യമൻകാരനായ ഉവൈസ് ഇബ്നു ആമിർ ചെയ്യിപ്പിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് നിങ്ങൾ ചോദിക്കണം ഉമറേ. അദ്ദേഹം ദുആക്ക് ഉത്തരമുള്ള ആളാണ്, പക്ഷെ സ്വഹാബിയല്ല, സ്വഹാബിയായിരുന്നില്ല. ഉമർ എന്നവരെ പിന്നെ കണ്ടുപിട്ടി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹജ്ജിന് വന്നപ്പോൾ ഉവൈസ് തങ്ങളെ കണ്ടു. ഈ സംഭവമൊക്കെ പറയുന്ന വളരെ മനോഹരമായ ഹദീസുണ്ട്, മുസ്ലിം എന്നവർ ഉദ്ധരിച്ചത്. ഏതായിരുന്നാലും മഹാനാബിദ് എന്ന് നബി തങ്ങൾ പറഞ്ഞ സയ്യിദുൽ ഖുറാ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കേണ്ടത് 4 പേരിൽ നിന്നാണെന്ന് പറഞ്ഞ 4 സ്വഹാബിമാരിൽ ഒരാൾ മഹാനായ ഇബ്നു ഉമ്മ അബ്ദാണ്. അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ ശിഷ്യനത്തിൽ വളർന്ന ഒരു ശിഷ്യനാണ് റബീ ഇബ്നു ഖുസൈം. ഇബ്നു മസ്ഊദ് എന്നവർ ഹബീബിന്റെ കൂടെ ജീവിച്ച സ്വഹാബിയാണ്. തങ്ങളുടെ സ്വഭാവം, തങ്ങൾക്ക് നിങ്ങളെ എങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ കാണാൻ അവസരമുണ്ടായിരുന്നുവെങ്കിൽ ലഅഹബ്ബക്, നിങ്ങളെ നബി തങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമാകുമായിരുന്നു. ഇത് മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്താണ്. തങ്ങള് നമ്മളെ കണ്ടാൽ തങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാകും. ഇതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. നമുക്ക് ഒരാൾ അങ്ങോട്ട് ഇഷ്ടമാവാൻ വലിയ പണിയൊന്നുമില്ല, നമ്മൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ അയാൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമാവണമെങ്കിൽ അത് സമയമെടുക്കും, അതിന് ഇച്ചിരി കാലം വേണ്ടി വരും, നമ്മെ പൂർണ്ണമായും അറിയേണ്ടി വരും. നമുക്ക് അങ്ങോട്ട് അർക്കലെ ബീവിയിലേക്ക് ഇട്ട അരസമ്മതം എന്ന് പറഞ്ഞില്ലേ, അരസമ്മതം കൊണ്ട് കല്യാണം നടക്കൂലല്ലോ, ബീവിക്കും സമ്മതം വേണ്ടേ. അപ്പോ ആ ഇങ്ങോട്ട് തങ്ങൾ സ്നേഹിക്കുക എന്നത് അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഉമ്മമാര്, ഉപ്പമാര്, സഹോദര സഹോദരിമാർ, നമ്മളൊക്കെ മഹ്ശറയിലേക്ക് വരുമ്പോ മുത്തനബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് അവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴേ തങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു വിധത്തിലായിരിക്കും തങ്ങൾ നിൽക്കുക. അവിടെ എല്ലാവരെയും കാണാൻ പറ്റും. ഒരു ആംഫി തിയേറ്റർ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമല്ലോ, കുറെ ആളുകൾ ഒരുമിച്ച്. അള്ളാഹു ഹബീബിന് വലിയൊരു സംവിധാനം അവിടെ ചെയ്തു കൊടുക്കുന്നു. ഉമ്മത്തികളെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ഹബീബിനുണ്ടാകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഓരോരുത്തരെയും നോക്കും. ആ പ്രഭയുടെ നൂറിന്റെ അള്ളാഹുവിന്റെ മഹബൂബായ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണുകയാണെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ കർമ്മങ്ങളും അള്ളാഹു ഹബീബിനെ കാണിച്ചു കൊടുത്താൽ പുണ്യനബിക്ക് നമ്മളെ ഇഷ്ടമാകുമോ ഇല്ലയോ, ഇതൊരു വലിയ വിഷയമാണ്. നമ്മുടെ റൗളയിൽ ചെന്ന് സലാം പറയാൻ നമ്മൾ വെമ്പൽ കൂട്ടുന്നു. നമ്മൾ മദീനയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. റൗളയിൽ ചെന്ന് നബിതങ്ങളോട് സലാം പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അറിയുമോ, റൗളയിൽ നിന്ന് സലാം പറയുമ്പോൾ ആ സലാം പറയുന്ന ആളും അയാളുടെ വാപ്പയുടെ പേരും ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്നും പുണ്യനിബിതങ്ങൾക്ക് അറിയിപ്പ് നൽകാൻ അവിടെ മലക്കുകളുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ സലാം എനിക്ക് അറിയിച്ചു തരാൻ മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി അത് മാത്രമാണ്. കോടിക്കണക്കിന് ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മൊബൈൽ കണക്ടിവിറ്റിയിൽ പിഴക്കാതെ ആൾക്കെന്നെ വരുന്നില്ലേ. ഒരു ടവറിലൂടെ ലക്ഷക്കണക്കിന് സിഗ്നലുകളാണ് ഒരു മൊബൈൽ ടവർ റിസീവ് ചെയ്യുന്നത്. ആ റിസീവറിൽ അതിൽ നമ്മുടെ ഫോണിലേക്ക് തന്നെ വരേണ്ട കോള് നമ്മുടെ ഫോണിലേക്ക് തന്നെ വരുന്നില്ലേ. ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയുമെങ്കിൽ കോടിക്കണക്കിന് ആളുകളുടെ സ്വലാത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കിയെന്ന് തങ്ങൾ പറഞ്ഞത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാ. അപ്പൊ ഫോണൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹബീബിന്റെ റൗളയുടെ മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. അപ്പോഴേക്കും പോലീസുകാർ പോയിക്കോളൂ എന്ന് പറയോടെ നിൽക്കാൻ വിടൂല. എന്നാലും സലാം പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് നടന്നു പോകുമ്പോ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തികളെ സെൻസ് ചെയ്യാൻ കഴിയുമെന്നാണ്. ഉമ്മത്തികൾ അറിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക, നബി തങ്ങൾ നിങ്ങളെ കാണുകയാണെങ്കിൽ തങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നതാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു നമ്മിൽ ഉണ്ടാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊന്ന് എഴുന്നേക്കാൻ പറ്റുന്നോല് മാത്രം കേട്ടോ, എല്ലാവരും എഴുന്നേൽക്കണം എന്നില്ല. ഒന്നൊരു 3 സ്വലാത്ത് ചൊല്ലി ഒന്ന് ഇരിക്കുകയാണ്. ഇന്നലെ കുറച്ച് സമയം വന്നത്, നമ്മൾ തുടങ്ങിയത് 8:30 മണിക്കാണ്. അപ്പോൾ ഇനി അതിനൊരു അരമണിക്കൂർ, ഒരു 5 മിനിറ്റേ ഉള്ളൂ 1 മണിക്കൂറാവാൻ. അപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റായി നമ്മൾ 3 സ്വലാത്ത് ചൊല്ലി ഇരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കയ്യൊക്കെ ഒന്ന് പൊക്കി നോക്കി.
നല്ല റാഹത്തുണ്ടാവും. താത്തിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് പൊക്കി ഒന്ന് ഒരു ചെറിയൊരു ഐസ് ബ്രേക്ക്, കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞാൽ നല്ല റാഹത്തുണ്ടായിരിക്കും. അൽഹംദുലില്ലാഹ് 3 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ മനസ്സറിഞ്ഞ് ചൊല്ലുക. ആ സ്വലാത്ത് ഹബീബിന്റെ റൗളയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും അവിടുത്തെ മലക്കുകൾ വഴി. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മൾ ഇന്നലെ കൊണ്ടുപോയ കവറൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ ഇന്നലെ വാത്തവർ ഇന്ന് നമ്മുടെ സംഘാടകർ കൈപ്പറ്റണേ. നമ്മുടെ കുളത്തിങ്ങൽ മസ്ജിദിന്റെ അവിടുത്തെ വുളൂഇന്റെയും ടോയ്ലറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ ഒരു പ്രൊജക്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു. 3000 സ്ക്വയർ ഫീറ്റ്. അതിലേക്ക് ഒരുപാട് ആളുകൾ കാര്യമായ സ്വതക്ക ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. നമ്മുടെ കാഞ്ഞിരാല ഗഫൂർ സാഹിബ് പുത്തമ്പള്ളി കമ്മിറ്റി അംഗമാണ്. അവര് ബൈപ്പാസ് കഴിഞ്ഞ ആശുപത്രിയിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. ദുആ ചെയ്യാൻ 10,000 രൂപ. അള്ളാഹു നീ ആ സ്വതക്കയെ സ്വീകരിക്കണേ പടച്ചവനെ. അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെങ്കിലും നീ സഫലമാക്കി കൊടുക്കണേ പടച്ചവനെ. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി പരേതനായ പാറയങ്ങൽ ഖദീജ എന്ന ഉമ്മ വളരെ 4 ദിവസങ്ങൾക്ക് മുമ്പാണ്, ഞങ്ങളൊക്കെ താമസിക്കുന്നതിന്റെ പരിസരത്താണ് അവരുടെ വീട്. അവർ ധരിച്ചിരുന്ന കമ്മലാണല്ലേ, കമ്മലാണ്, 2 കമ്മലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിയുടെ ഖബറിലേക്ക് അത് വെളിച്ചമാക്കി എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ മക്കൾ ചെയ്ത ആ സേവനം അള്ളാഹു സ്വീകരിക്കട്ടെ. പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 5 സ്ക്വയർ ഫീറ്റ് ഒരു മകൻ ഇവിടെ സംഭാവന ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ തിരിച്ചേൽപ്പിക്കുകയും ഇനിയും ഇതുപോലെയുള്ള നമ്മുടെ സന്ദർഭങ്ങൾ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ സമീപിക്കുമ്പോൾ വേണ്ടത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇന്നലെ കൈപ്പറ്റാത്ത ആളുകൾ ഇന്ന് അത് ഏറ്റെടുത്ത് കഴിയാവുന്ന സംഖ്യകൾ അതിലെ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോ റബീഉ ഇബ്നു ഖുസൈം തങ്ങളുടെ അനുഭവത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അങ്ങനത്തെ ഒരു മഹാനായിരുന്നു റബീഉ ഇബ്നു ഖുസൈം. 30 വയസ്സ് താഴെ പ്രായമുള്ളപ്പോൾ നടന്നൊരു സംഭവമാണ് നമ്മൾ പറയുന്നത്. റബീഉ തങ്ങൾ ലഖദ് കാന ഫീ ഖിസസിഹിം ഇബ്റ ലഖദ് കാന ഫീ ഖിസസിഹിം لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى. സജ്ജനങ്ങളായ ആളുകളുടെ ജീവിത ചരിതങ്ങളിൽ നിങ്ങൾക്ക് മാതൃകകളുണ്ട്, ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരുപാട് ഹദീസും ഒരുപാട് ആയത്തുകളും ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു ചരിത്ര സംഭവം മതിയാവും. അത് കേൾക്കുമ്പോഴത് നമ്മുടെ ജീവിതവുമായി അതിന് താദാത്മ്യമുണ്ട്, ചില സമാനതകൾ ഉണ്ടായിരിക്കും, സമാനമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. റബീഉ ഇബ്നു ഖുസൈം എന്നവർ ജീവിക്കുന്ന നാട്ടിൽ മഹാനവറുകളെ പരീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ, ഏതൊരു നാട്ടിലും തിന്മയുടെ ആളുകളായി ജീവിക്കുന്ന ചില ആളുകൾ കാണും. മഅദല്ലാഹ്. ചില ആളുകൾ അങ്ങനെയായിരിക്കും. അവർ നന്മ ഒട്ടും ചെയ്യൂല, ചെയ്യുന്നവരെ ചെയ്യാനും വിടില്ല. എന്നാൽ നന്മ ചെയ്യേണ്ടതിന് പകരം തിന്മകൾ ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൈയടിക്കുകയും അതിനു വേണ്ട എന്ത് സമ്പത്തും ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ. പക്ഷെ ഇതുപോലെയുള്ള ഒരു നന്മയുടെ പരിപാടികൾക്കോ ഒരു പള്ളിക്കോ ഒരു മദ്രസക്കോ ഇവിടുത്തെ സഹചാരിയുടെ അല്ലെങ്കിൽ വിഖായുടെ പ്രവർത്തനങ്ങൾക്കോ ഇതിനൊന്നും അവരെ കിട്ടിക്കൊള്ളുന്നില്ല. അവര് അവരുടേതായ ഒരു ലോകത്തായിരിക്കും. അങ്ങനെ ചില ആളുകൾ റബീഉ ഇബ്നു ഖുസൈമിനെ ഒന്ന് ട്രാപ്പ് ചെയ്യണം എന്ന് ഒന്ന് തീരുമാനിച്ചു. ഇപ്പൊ ഹണി ട്രാപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്. മനുഷ്യന്മാരെന്ത് ചെയ്യുക? ട്രാപ്പ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഫോൺ കോൾ ചെയ്തിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട്. അതില് ഹണി ട്രാപ്പ് ഉണ്ട്, അല്ലാത്ത ട്രാപ്പ് ഉണ്ട്. പല നിലക്കും മനുഷ്യന്മാരെ അവരുടെ സ്വകാര്യതകളെ ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് അത് ക്ലിപ്പാക്കി വിട്ടിട്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക. അങ്ങനത്തെ ചില ദുഷ്ട മനസ്സുള്ള ആളുകൾ എല്ലാ കാലങ്ങളിലുമുണ്ട്, ഇന്നത്തെ കാലത്തുണ്ട്. റബീഉ ഇബ്നു ഖുസൈം എന്നവർക്ക്
എന്തെങ്കിലും ഒരു അടിപതറണം എന്ന് ആഗ്രഹിച്ച ചില ആളുകൾ. ഒരു മനുഷ്യനിങ്ങനെ ഉയർച്ചയിലും ഉന്നതിയിലും ഇങ്ങനെ നയിക്കുമ്പോൾ അയാളൊന്ന് താഴെ വീഴട്ടെ, എനിക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവാലോ. റബീഉ ഇബ്നു ഖുസൈം എന്നവര് ഒന്ന് അപമാനിതനാവണം, അയാൾക്കൊരു മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ചില ആളുകൾ വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു പെണ്ണിനെ സമീപിച്ചിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾ 1000 ദീനാർ 1000 സ്വർണ്ണ നാണയം നിനക്ക് തരും. നീ ചെയ്യേണ്ടത് ഒരൊറ്റ പണി മാത്രമാണ്. നീ ചെയ്യേണ്ടത് റബീഉ ഇബ്നു ഖുസൈം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ മഹാപണ്ഡിതൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരുടെ ശിഷ്യനാണ്. അയാളെ നിങ്ങളൊന്ന് ചുംബിക്കണം. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അതിനാണ് 1000 ദീനാർ സമ്മാനം. അവള് പറഞ്ഞു, വലക്കും മസീദ്, നിങ്ങൾ അത്രയല്ലേ ഉദ്ദേശിച്ചുള്ളൂ, ഞാൻ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം, വ്യഭിചാരം തന്നെ നടത്താം എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. അപ്പൊ അവർക്ക് സന്തോഷമായി. അവർ ഫോട്ടോ എടുക്കേ അല്ലെങ്കിൽ കൂടിയിരിക്കേ അതിന്റെ എന്തെങ്കിലും ഒരു ഈവിൽ പ്ലാൻ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. മഹാന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അറിയണം, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്. 30 വയസ്സിൽ താഴെയായിരുന്നു അന്ന് പ്രായം. ഈ സംഭവം നടക്കുമ്പോൾ നാട്ടിൽ നിന്ന് വിട്ട് ദൂരെയാണ് താമസം. അപ്പൊ പിന്നെ വീട്ടുകാര് ആ വിഷയം അവിടെ വരുന്നില്ല. റബീഉ ഇബ്നു ഖുസൈമിന്റെ ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോഴേ ഹിജാബ് ധരിച്ച ഒരു പെണ്ണ് വന്നിട്ട് പറയാൻ, ഷെയ്ഖ്, എനിക്ക് നിങ്ങളോട് ഒരു മസ്അല ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഒരല്പം പ്രൈവസി വേണമെന്ന് പറഞ്ഞു. ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഒരല്പം പ്രൈവസി വേണം, നിങ്ങൾ കുറച്ചങ്ങ് നിങ്ങളുടെ റൂമിലെത്തിയിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ റബീഉ എന്നവർ വിചാരിച്ചു, ഒരു ഇൽമ് അറിയാനും പഠിക്കാനും വേണ്ടി ചോദിച്ചു വരുന്ന പെണ്ണല്ലേ, അവൾ ചോദിച്ചോട്ടെ എന്ന് അവസരം കൊടുത്തു. അവളുടെ മുഖമക്കനെയും ഹിമാറും അവൾ എടുത്തു മാറ്റി. അവളുടെ തലമറച്ചിരുന്ന ശിരോവസ്ത്രവും അവൾ അഴിച്ചുമാറ്റി. മഹാനവറുകൾക്ക് പേടിയായി തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഉദ്ദേശം മറ്റൊന്നാണ്. ഉടനെ പറഞ്ഞു, യാ അമത്തല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ച ശരീരമാണിത്. അല്ലാഹുവിന്റെ സൃഷ്ടിയായ പെണ്ണെ, കൈഫ ബിക് ഇദാ നസല മലക്കുൽ മൗത്ത് ഫഖതഅ മിൻകി ഹബ്ലൽ വതീൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വ്യഭിചാരം, അത് ഞാനും നിങ്ങളും അതിനവസരമൊരുക്കിയാൽ നാളെ നിങ്ങളുടെ കണ്ഠനാളിയിലെ നിങ്ങളുടെ ഞരമ്പ് മുറിച്ച് നിങ്ങളെ റൂഹെടുത്ത് പിടിച്ച് നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന മലക്ക് വരുമ്പോ ഈ ചെയ്തത് നിങ്ങൾക്കന്ന് ഇഷ്ടമാകുമോ? കൈഫ ബിക് യൗമ യസ്അലുകി മുൻകറുൻ വനകീർ. ഖബറിലേക്ക് നിങ്ങളെ വെച്ചാൽ ഈ സൗന്ദര്യം ഫെയ്ഡായി പോകും. നിങ്ങളുടെ സൗന്ദര്യം അവസാനിച്ച് നീ ഒരു വൃദ്ധയായി മാറാൻ പോകുന്നുണ്ട്. നിന്റെ പല്ലുകൾ കൊഴിഞ്ഞുപോയി, നിന്റെ സൗന്ദര്യം ഇല്ലായ്മയായി, നിന്റെ മുഖത്ത് ചുളിവുകൾ വീണ് നിന്റെ സൗന്ദര്യം ഇല്ലാതെ പോയി, നീ ഒരു വന്യവയോധികയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ പോലും എന്റെ ഖബറിൽ മുൻകർ നകീർ വന്ന് ചോദ്യം ചോദിക്കുമ്പോഴേ ഈ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണി നിനക്കന്ന് ഇഷ്ടമാകുമോ ചോദിക്കാൻ തുടങ്ങി. നാളെ മഹ്ശറയിൽ അള്ളാഹു വിചാരണയ്ക്ക് വിസ്തരിക്കുമ്പോ, നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ ഈ ചെയ്യുന്ന പണി നാളെ നിനക്ക് ഉപകാരപ്പെടുമോ? നാളെ അള്ളാഹു കിതാബുകൾ നൽകപ്പെടുമ്പോ നിന്റെ വലത് കൈയിൽ ഇത് കിട്ടാൻ ഈ പ്രവൃത്തി കാരണമാകുമോ? സിറാത്ത് മുറിച്ചു കടക്കുമ്പോ ഈ വ്യഭിചാരം നിനക്ക് ഉപകാരപ്പെടുമോ? ചോദ്യങ്ങളുടെ പെരുമഴയാണ്. ആ പെണ്ണവിടെ മുഖം താഴ്ത്തിയിരുന്നു. അവൾ ശിരോവസ്ത്രങ്ങൾ അണിയാൻ തുടങ്ങി. അവളുടെ നിഖാബ് അവൾ മറക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഷെയ്ഖ്, എന്നോട് ക്ഷമിക്കണം. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി എന്നാണ്. പൊട്ടിക്കരഞ്ഞെന്ന് മാത്രമല്ല, അവൾ കൂഫയിലേക്ക് തിരിച്ചു പോവുകയാണ്. 1000 ദീനാർ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ആളല്ല റബീഉ ഇബ്നു ഖുസൈം, നിങ്ങൾ വിചാരിച്ച ആളല്ല അദ്ദേഹം. എനിക്ക് അയാളെ സ്പർശിക്കാൻ പോയിട്ട് 2 വാക്ക് പോലും പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ തോറ്റുപോയി. ഞാനിനി പണി നിർത്തുകയാണ്. അവൾ കൂഫയിലേക്ക് തിരിച്ചുപോയെന്ന് മാത്രമല്ല, കൂഫ എന്ന ഇറാഖിലെ ഇന്ന് നിലനിൽക്കുന്ന പ്രദേശമാണ്, ടൗണാണ്, സിറ്റിയാണ് കൂഫ. പോയ ആളുകൾ, ഇറാഖിലേക്ക് സിയാറത്തിനൊക്കെ പോയ ആളുകളുണ്ട് ഇവിടെ. ആ വിശുദ്ധമായ കൂഫ നഗരത്തിലെ അറിയപ്പെട്ട ഏറ്റവും നല്ല മഹദിയായി ഈ പെണ്ണ് മാറി എന്നാണ്. അവൾ മരിക്കുമ്പോ പിന്നെ വളരെ ആബിദത്തായ പെണ്ണായിട്ടാണ് മരിക്കുന്നത്. ഒരു മഹാനുഭാവന്റെ മുമ്പിൽ നിന്നുണ്ടായ അനുഭവമായിരുന്നു അത്. ഭർത്താവ് പറഞ്ഞു, എന്റെ പെണ്ണ്, അവള് അതിസുന്ദരിയായി നിൽക്കുമായിരുന്ന എന്റെ പെണ്ണ്, റബീഇന്റെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് സൗന്ദര്യത്തിൽ പിന്നെ ചിന്തയില്ല, അവൾക്ക് പിന്നെ ആഗ്രഹമില്ല. അവൾ മുഴുസമയം ഇബാദത്തിലാണ്. എന്റെ പെണ്ണിനെ റബീഇ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് വിവരം കേട്ട ആ മനുഷ്യൻ എന്ന് പറഞ്ഞിരുന്നു,
സത്യത്തിൽ പറയേണ്ടത് എന്റെ പെണ്ണ് നന്നായല്ലോ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. കൂഫ കണ്ട ആബിദത്തായിരുന്നു അത്. എന്റെ മുഅ്മിനെ, വഴിതെറ്റിയിട്ടൊരു ഫോൺ കോൾ വരുമ്പോ, ഒരു മെസ്സേജ് വരുമ്പോ, വാട്സപ്പിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ ചില നമ്പറുകളെ ഫോളോ ചെയ്യുന്ന ചെറുപ്പക്കാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മെസ്സേജുകൾ കൈമാറുന്ന സമയം ഉറങ്ങാതെ ലാ തഅഖുദുഹു സിനതും വലാ നൗം, നിങ്ങളാണ് ഉറങ്ങുന്നത്, അല്ലാഹുവിന് ഉറക്കമില്ല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അല്ലാഹുവിന് തൂങ്ങി ഉറക്കമില്ല. അതിനാണ് സിനത്ത് എന്ന് പറയാ, തൂങ്ങി ഉറക്കം. നൗം, ഗാഢമായ ഉറക്കം. ഇത് രണ്ടും അല്ലാഹുവിനെ ബാധിക്കുന്നില്ല. അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു അറിയുകയാണ്. പതിരാവുകളിൽ നിങ്ങൾ ഉറക്കൊഴിക്കുന്നത്, കളി കാണാൻ ഉറക്കൊഴിക്കുന്നത് പോകട്ടെ, വ്യഭിചാരം കണ്ടുകൊണ്ട് ഉറക്കൊഴിക്കുന്നത്, തിന്മകൾക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്നത്, അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്നത്, ഫോണും മെസ്സേജുമായിട്ട് സുബഹി വരെ അതിനപ്പുറത്തേക്ക് തിന്മകളിൽ മുഴുകുന്ന രാവുകൾ, നിമിഷങ്ങൾ, ഉടമസ്ഥനായ അല്ലാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, ഈമാനിന്റെ കണിക ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളും ചിന്തിക്കാനുള്ള ഒരു അവസരമാണിത്. മനുഷ്യന്റെ ആരോഗ്യവും സൗന്ദര്യവും നമ്മുടെ എല്ലാ പെരുമയും നശിച്ചു പോയിട്ട് നമ്മൾ ഒരു വാർത്തയായി മാറി, മണ്ണായി മാറി, മീസാൻ കല്ലുകളിലെ അടയാളപ്പെടുത്തലുകളായി മാറിപ്പോകുന്ന ഒരു നാളിനെ നമുക്ക് ഇല്ല എന്ന് മറന്നുകളയാൻ കഴിയുമോ? നാളെ നമ്മെ കാത്തിരിക്കുന്ന വീട് ഖബറെന്ന വീട് തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെ താമസിച്ചാലും ഖബറിലേക്കാണ് പോകാനുള്ളത്. അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ചിന്തകൾ നമ്മെ ഉപകാരപ്പെടുമോ? യുവാക്കളെ, വിവാഹത്തിലൂടെ നിക്കാഹ് ചെയ്തിട്ട്, മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്ത് ഒരു ഭാര്യയെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നിന്റെ ഭാര്യയുടെ കൂടെയുള്ള ജീവിതമല്ലാതെ അല്ലാഹു വഴിവിട്ട ഒരു ബന്ധം നമുക്ക് അനുവദിച്ചില്ലല്ലോ. നമ്മുടെ കണ്ണുകൾക്ക് കൺകുളിർമ നൽകുന്ന ഒരു പെണ്ണ്, സ്വാലിഹത്തായ ഒരു പെണ്ണ്, ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് മൻ ഇദാ നളർത ഇലൈഹാ സർറത്ക, അവളെ നോക്കുമ്പോഴേക്കും നിനക്ക് സന്തോഷം തോന്നും, അങ്ങനത്തെ ഒരു ഭാര്യ. നിങ്ങൾ നാട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ സ്വന്തം ശരീരവും വീടും ഭർത്താവും ഭർത്താവിന്റെ സമ്പത്തും സംരക്ഷിക്കുന്ന ഒരു പെണ്ണ്, ഇങ്ങനത്തെ ഒരു പെണ്ണാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ചിന്തകളെ മറ്റു വഴികളിലേക്ക് പോകാതെ നിയന്ത്രിക്കുവാനാണ് യാ മാശറ ശബാബ്, നിക്കാഹിന്റെ സദസ്സുകളിൽ ഉസ്താദുമാർ ഓതുന്ന ഹദീസാണിത്. യുവാക്കളെ, മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങൾക്കൊരു ജോലിയോ വരുമാനമോ ഉണ്ട്, നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങൾക്കും ചെലവിന് കഴിയുന്ന ഒരു വരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ, മഹർ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്നുവെങ്കിൽ, പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകല്ലേ. ആ ജോലി കിട്ടട്ടെ, ഈ വാഹനം വാങ്ങിക്കട്ടെ, എൻ്റെ വീട് പണി തീരട്ടെ എന്ന് പറഞ്ഞ് വിവാഹം നീട്ടിക്കൊണ്ടു പോകരുതേ. നിങ്ങളൊക്കെ മനുഷ്യരാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിനറിയാം. ആ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ഹറാമിന്റെ വഴികളിലേക്ക്, കൂട്ടുകാരുടെ കൂട്ടുകെട്ടുകളുടെ ഒഴുക്കിലൂടെ നിങ്ങൾ വ്യഭിചാരം പോലെയുള്ള കടുത്ത മാരകമായ വളരെ അതിഭീകരമായ തെറ്റുകളിലേക്ക് നിങ്ങൾ എടുത്തു ചാടുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് മഹർ കൊടുക്കാനും ചെലവിന് കൊടുക്കാനും നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു നേരത്തെ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ, അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ, താമസം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ നീട്ടിക്കൊണ്ടു പോകരുത്. ഫല്യതസവ്വജ്, നിങ്ങൾ വിവാഹിതരാകണമേ. ഫഇന്നഹു അഗല്ലു ലിൽ ബസ്വർ, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് ഹറാമു നോക്കാതിരിക്കുവാനും, വഅഹ്സനു ലിൽ ഫർജ്, അഹ്സൻ സീനല്ല സ്വാദ, അഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും ഏറ്റവും നല്ലത് ആ വിവാഹമാണ്. അതിലല്ലാതെ ഒരു പ്രേമബന്ധമോ വഴിവിട്ട ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട് സംവിധാനങ്ങളോ ഡേറ്റിങ്ങോ നിങ്ങൾ അല്ലാഹുവിന്റെ വഴിവിട്ട് നിങ്ങൾ പോകല്ലേ. നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ച ഹലാലിന്റെ വഴിയുണ്ട്, അതിൽ തൃപ്തിപ്പെടണമേ. ഇതല്ലാതെ ഒരു മാർഗം നമ്മുടെ മുമ്പിലില്ല. ഹലാലായ പാനീയങ്ങൾ ആയിരക്കണക്കിന് അല്ലാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചു തന്നതിന് ശേഷമാണ് ഏതാനും വിരലെണ്ണാൻ പറ്റുന്ന വിധമുള്ള ഹറാമായ പാനീയങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണേ എന്ന് അല്ലാഹു പറഞ്ഞത് അല്ലേ? ആയിരക്കണക്കിന് പാനീയങ്ങൾ പല നിറങ്ങളിൽ പല ടേസ്റ്റുകളിൽ നിങ്ങൾക്ക് ഹലാലായി കുടിക്കാൻ അവസരം ഉണ്ടാക്കി തന്നതിന് ശേഷമാണ് നിങ്ങൾ മയക്കുമരുന്നും ലഹരിയും മദ്യപാനവും ചെയ്യരുതേ എന്ന് അല്ലാഹു പറയുന്നത്.
വിവാഹമെന്ന ഹലാലിന്റെ വഴി അല്ലാഹു തുറന്നതിന് ശേഷമാണ് നിങ്ങൾ വ്യഭിചാരത്തിലേക്കോ കണ്ണുകൊണ്ടുപോലും നിങ്ങളത് ചെയ്യരുതേ എന്ന് അല്ലാഹു പറയുന്നത്. ഭക്ഷിക്കാൻ ഹലാലായ ഭക്ഷണങ്ങൾ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഓപ്ഷനുകൾ മെനു നമ്മുടെ മുമ്പിൽ അല്ലാഹു ഇട്ടു തന്നതിന് ശേഷമാണ് നിങ്ങൾ ഹറാമിന്റെ ഭക്ഷണം പന്നിമാംസം അടക്കമുള്ളത് നിങ്ങൾ കഴിക്കരുതേ എന്ന് ഖുർആൻ പറഞ്ഞത്. നമ്മെ അല്ലാഹു ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നിയിരുന്നോ? ഒരിക്കലുമല്ലല്ലോ. ആലാപനങ്ങളും നൃത്ത സംഗീതങ്ങളും അല്ലാഹുവിന് ഇഷ്ടമല്ല. കാരണം അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വ്യഭിചാരത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഉന്മാദ ലഹരിയും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നിങ്ങളെ അകറ്റുവാൻ മാത്രമേ അത് സഹായിക്കൂ എന്നത് ഉറപ്പല്ലേ? നമ്മൾ എങ്ങനെയൊക്കെ അത് ന്യായീകരിച്ചാലും അത് അല്ലാഹുവിനെ കുറിച്ചാണോ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്? അത് നിങ്ങളുടെ മരണമാണോ, നിങ്ങളുടെ പരലോകമാണോ ഈ നൃത്ത സംഗീതങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ പകരം കണ്ണുകൾക്ക് കാതിന് കുളിർമയേകുന്ന വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ, മനോഹരമായ നല്ല പാട്ടുകളുടെ ആലാപനങ്ങൾ, നല്ല നല്ല നശീദുകൾ, നാച്ചുകൾ, ഇതെല്ലാം ഒരു ഭാഗത്ത് ഹലാലാക്കി തന്നതിന് ശേഷമാണ് നിങ്ങൾ വാദ്യോപകരണങ്ങളിലൂടെയുള്ള സംഗീതങ്ങളിലേക്ക് പോകല്ലേ എന്ന് പുണ്യനബി പറയുന്നത്. ഹലാലുകൾ തുറന്നു വെച്ച് തന്നതിന് ശേഷമാണ് ഹറാമിന്റെ ഏതാനും ഓപ്ഷനുകൾ നിങ്ങൾക്ക് വേണ്ട എന്ന് നമ്മുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്. ആ ഒരു നന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് എന്താണ് പ്രയാസം? എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കതിനുള്ളത്? മരുഭൂമിയിലൂടെ ആട്ടിടയനായ ഒരു മനുഷ്യൻ തൻ്റെ ആടുകളെ ഒരു വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു ഫ്ലൂട്ട് കൊണ്ട്, ഒരു വീണ കൊണ്ട് ഇങ്ങനെ വാദ്യമായി അതിന് വീണയിൽ അദ്ദേഹം ആ വീണ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കിയതിൻ്റെ സംഗീതത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ അവരുടെ മൗലയുണ്ട്. മൗല പറഞ്ഞു, എൻ്റെ സയ്യിദായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ചെവി പൊത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ആ ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദം, ആ ഒരു മണിനാളം കേൾക്കാത്ത വിധം അതിദൂരെ എത്തുന്നവരെ മഹാനവറുകൾ ചെവി അടക്കി പിടിച്ചിട്ടാണ് നടന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവർക്കത് തിരിയാത്തത് കൊണ്ടാണോ? അവർക്കത് ഹലാലാണെന്ന് അറിഞ്ഞിട്ട് അവർ ചെയ്യുകയാണോ? അവർ ഹലാൽ അല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ചെയ്യാതിരിക്കുകയല്ലേ? അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ അല്ലാഹുവിന്റെ നിയമം നമുക്ക് ഖൈറാൻ. ഏതെങ്കിലും ഒരു ഹൃദയത്തിനുള്ളിലേക്ക് മ്യൂസിക്കിന്റെ ലഹരി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ഹൃദയത്തിലേക്ക് ഖുർആനിന്റെ മധുരം കയറുകയില്ലെന്ന് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബിമാരിൽ ആലിമായ സ്വഹാബിയാണ്.